RDX എന്നാ പിന്നെ വല്ല RDX എന്ന് ആക്കരുത്, കുറച്ചുകൂടി ഒരു ഫയർ കിട്ടിയാൽ. ഓരോരോ ബ്രാൻഡുകളെ എടാ, നീ കള്ളുകൂടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങി. രവിചേട്ടനോ? രവിചേട്ടാ, അത് പിന്നെ ഒത്തിരി നാള് കൂടിയിരുന്ന രവിചേട്ടാ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇതാദ്യമായിട്ടാ. എന്നാ പിന്നെ അങ്ങ് നിർത്തരുതായിരുന്നടാ. നമ്മുടെ ഈ ലിവർ എന്ന് പറയുന്ന സാധനം ഇരുമ്പ് ഉരുക്കൊന്നുമില്ല. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ലിവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കുറെ നാൾ അടിക്കാതിരിക്കും തന്നെ അങ്ങ് പുഷ്ടിപ്പെടും. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളുകൂടി അടിക്കാം. പിന്നെയും കംപ്ലൈന്റ് ആകുമ്പോൾ അപ്പൊ തന്നെ നിർത്തിക്കോണം. ഞാനെങ്ങനെ ചെയ്യുന്നത്? ഈ കഥ നിന്നോട് ഡോക്ടർ പറഞ്ഞതാണോ അതോ? ഡോക്ടർ പറഞ്ഞ് ഇനി തൊട്ടുപോരുതെന്നാ. ഏതായാലും സർക്കാർ ആശുപത്രി ആയത് നിന്റെ ഭാഗ്യം. ചികിത്സ എല്ലാം ഫ്രീ ആയിട്ട് നടന്നല്ലോ. എന്തോന്ന് ഫ്രീ ആയിട്ടൊന്നും അല്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നതിൽ നിന്ന് ഒരു പങ്ക് ഇങ്ങോട്ട് കിട്ടിയെന്നേ ഉള്ളൂ. എന്ന് വെച്ചാ എന്റെ രവിചേട്ടാ, ഞാൻ ഡെയിലി ഒരു 530 രൂപയുടെ അരവച്ചെങ്കിലും അടിക്കുമായിരുന്നല്ലോ. ഈ ഒരു അരക്ക് എന്നാ ചെലവ് വരും? കൂടി വന്ന ഒരു 100-150 രൂപ. ബാക്കി സർക്കാരിന് ലാഭമല്ലേ. ഞാൻ 18ാമത്തെ വയസ്സിൽ അടി തുടങ്ങിയല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ലക്ഷങ്ങളുടെ കാശ് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. എന്നാലും ഇതൊരു ഭയങ്കര കണക്ക് കൂട്ടലാണല്ലോടാവേ. ഞാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മദ്യം കഴിച്ച് ലിവറും കിഡ്നിയും കേടാക്കി സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയ സർക്കാർ നമ്മളെ ചികിത്സിക്കുന്നു. ഒരു തരം കൊടുക്കൽ വാങ്ങൽ. ഭയങ്കര ചിന്ത തന്നെ നിന്റെ. ഞാനെങ്ങനെ ഏത് കാര്യത്തിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ 2 അടിക്കണം. അതാണ് എൻ്റെ കുഴപ്പം.